കോഴിക്കോട് അടുത്തായി നടന്നു വരുന്ന ഒരു സീരിയൽ കില്ലിംഗിന്റെ അന്വേഷണ ചുമതല നമ്മുടെ നായകന്റെ കിട്ടുകയാണ്. ആളിന്റെ കിട്ടിയതിനു ശേഷമുള്ള കേസ് അന്വേഷണവും ഈ സീരിയൽ കില്ലിംഗ് ഒക്കെ ആരാണ് ചെയ്യുന്നത്, എന്തിനു വേണ്ടിയാണ് ചെയ്യുന്നത്, എന്താണ് മോട്ടീവ് എന്നൊക്കെ ഉള്ളതിന്റെ ഉത്തരമാണ് ഈ സിനിമ. ഒരു ഇൻവെസ്റ്റിഗേഷൻ മിസ്റ്ററി ത്രില്ലർ ജോണറിൽ വരുന്ന ഒരു മൂവിയാണ്. 2025 തിയേറ്റർ റിലീസായിട്ട് വന്നിട്ടുള്ള ധീരം. ഇപ്പോ OTT ആമസോണിൽ അവൈലബിൾ ആണ്. തിയേറ്ററിൽ പോയി കാണണമെന്ന് വിചാരിച്ചാണ്, പക്ഷെ നടന്നില്ല. ഈ സിനിമയിൽ കാസ്റ്റിംഗ് ആയിട്ട് വന്നിട്ടുള്ള നമ്മളെ ഇന്ദ്രജിത്ത്, അജു വർഗീസ്, പിന്നെ ദിവ്യ പിള്ള, വരലക്ഷ്മി, സാഗർ സൂര്യ, അങ്ങനെ കുറച്ച് കാസ്റ്റിംഗ് സിനിമയ്ക്കകത്തുണ്ട്. ഒരു ഡീസന്റ് വാച്ച് ആയിട്ടുള്ള ഒരു മിസ്റ്ററി ത്രില്ലർ ഇൻവെസ്റ്റിഗേഷൻ മൂവിയാണിത്. അത്യാവശ്യം ത്രില്ലർ മൂടി തന്നെ സിനിമ തുടക്കം തൊട്ട് അവസാനം വരെ കൊണ്ടുപോകാൻ ശ്രമിച്ചിട്ടുണ്ട്. അങ്ങനെ ഒരു ഡീസന്റ് വാച്ച് ആയിട്ട് തോന്നിയ ഒരു ത്രില്ലർ മൂവിയാണ്. സിനിമയുടെ ഡയറക്ടറാണ് ജിതിൻ സുരേഷ് ടി എന്ന് പറയുന്ന ഒരാളാണ്. പിന്നെ റൈറ്റേഴ്സ് ദീപു എസ് നായർ, സന്ദീപ് സദാനന്ദൻ. പിന്നെ പ്രൊഡ്യൂസ് ചെയ്തിരിക്കുന്നത് രമോഷ് MS ആൻഡ് ഹാരിഷ് അമ്പടത്തിങ്കൽ. അങ്ങനെ പിന്നെ സിനിമാറ്റോഗ്രഫി കാര്യങ്ങൾ എല്ലാം അത്യാവശ്യം ഡീസന്റ് ആയിട്ട് തന്നെ ചെയ്തിട്ടുണ്ട്. സിനിമാറ്റോഗ്രഫി ആയാലും ഒരു ഇൻവെസ്റ്റിഗേഷൻ ത്രില്ലർ മൂവി എങ്ങനെയാണ് പോകേണ്ടത് ആ രീതിക്ക് തന്നെയാണ് സിനിമ പോയിട്ടുള്ളത്. അല്ലാതെ ഒരു ലാഗോ കാര്യങ്ങളോ അല്ലെങ്കിൽ ഒരു എന്താ പറയാ ഒരു സ്ലോ പേസിലോ അങ്ങനെയൊന്നുമല്ല. നല്ല ത്രില്ലിംഗ് ആയിട്ട് തന്നെയാണ് തുടക്കം തൊട്ട് അവസാനം വരെയും പോകുന്നത്. പിന്നെ നമ്മൾ കണ്ടുപടുത്ത കുറെ കഥകൾ നമുക്ക് ഇതിൽ തോന്നും. നമ്മൾ ഒരുപാട് കണ്ട സിനിമകളുടെ ഒരുപാട് ഷെയ്ഡ്സ് നമുക്ക് ഇതിന്റെ അകത്ത് തോന്നും. ഇതിന്റെ ഒരു ബാക്ക് സ്റ്റോറി ഒക്കെ ഉണ്ട്, എന്തിനു വേണ്ടിയാണ് എന്നൊക്കെ ഉള്ള ഒരു ബാക്ക് സ്റ്റോറി കാര്യങ്ങളൊക്കെ അടിപൊളിയായിരുന്നു. അതൊക്കെ എനിക്ക് ഭയങ്കര ഇഷ്ടപ്പെട്ടു. കാരണം അത് നല്ല രീതിക്ക് വർക്കായി. കാരണം അവരെ നമുക്ക് എന്താ ചെയ്യുക, അവര് മരിച്ച നന്നായി, അവരെ കൊന്ന നന്നായി എന്ന് നമുക്ക് തോന്നിപ്പോവും. ആ രീതിക്കാണ് ആ ബാക്ക് സ്റ്റോറി നല്ല ഇമോഷണലി കണക്ട് ആവുന്ന ഒരു ബാക്ക് സ്റ്റോറിയായിരുന്നു അവർ കൊടുത്തിട്ടുണ്ടായിരുന്നത്.